ത്തിന് മുള്ളില്ലാത്ത തൊട്ടാവാടി കൊണ്ടുവന്നു. നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്നത്. പക്ഷെ പറ്റിയപ്പോൾ ആ തൊട്ടാവാടി എടുത്ത തൊട്ടാവാടിയും കൂടി ഇണചേർന്ന് മൂന്നാമനൊരു ഭീകരനുണ്ടായി. ആ ഭീകരൻ 5 ഈർച്ചവാട് പോലത്തെ മുള്ളോട് കൂടിയ ആനത്തൊട്ടാവാടി. എല്ലാ റോഡ് സൈഡിലും കാണും. ഒരു തുമ്പച്ചെടി പോലും കിട്ടാണ്ടാക്കി എല്ലാറ്റിൻ്റെ മേലെയും ഇവനങ്ങ് പറന്നു കയറി. ചെറുവാണിക്കാട്ടിലൊക്കെ പോകുമ്പം ഇങ്ങനെ അങ്ങത്തോളം റോഡ് സൈഡ് ഇതേ ഉള്ളൂ. എല്ലാ മരങ്ങളെയും വിഴുങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിത്തുണ്ടാവും ഇതിൻ്റെ മേലെ. തണ്ട് മുളക്കും, വേര് മുളക്കും, വിത്ത് മുളക്കും. അങ്ങനത്തെ ഒരു അസുര സാധനം വന്നിരിക്കുകയാണ് ആനത്തൊട്ടാവാടി. റബ്ബറിൻ്റെ നടുക്ക് മ്യൂക്കണയ്ക്ക് പകരം ഇട്ടിരുന്നത് മറ്റെന്തെങ്കിലും പയറായിരുന്നെങ്കിൽ റബ്ബറിന് വിലയുണ്ടായാൽ പശുവിനെ പോറ്റാമായിരുന്നു. മ്യൂക്കണയേക്കാൾ നല്ല പയറ് സെൻട്രോസീമ ഇന്ത്യയിലുണ്ട്. ഇതാണ് നട്ടതെന്ന് വെച്ചോ, നട്ടേ പിച്ച് നല്ലോണം ആ ഇല പശുവിന് തിന്നുകയും ചെയ്യാം. നമുക്ക് പശുവിന് പോറ്റാം. തെക്കേ അമേരിക്ക എന്ന് പറയുന്ന വിഷപ്പയറാണ്. അതുകൊണ്ട് പശുവിന് തിന്നാനും പറ്റില്ല. ഒരു ഗുണമില്ലാത്ത സാധനം കൃഷി ചെയ്ത് നമ്മെ പറ്റിക്കായിരുന്നു. അത് ഒരു കള എന്ന ആയുധം എന്ന് പറഞ്ഞാൽ ഒരു കളയാണ് വെക്കണം. ആരാണ് കൊണ്ടുവന്നുള്ള മൈക്കീനിയ ധൃതരാഷ്ട്രപ്പച്ച എന്ന് നാട്ടുകാർ വിളിക്കത്തരും. ഇത് ധൃതരാഷ്ട്ര ആലിംഗനാ. ഏത് മരത്തിനെ കെട്ടിപ്പിടിച്ചു അതിൻ്റെ പണി തീർന്നു. അതുകൊണ്ട് നാട്ടുകാർ ധൃതരാഷ്ട്രപ്പച്ച എന്ന് പേരിട്ടു. പേര് മൈക്കീനിയ. ഇത് വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്നാംകാരെ തോൽപ്പിക്കാൻ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. നെല്ലിൻ്റെ അതേ വർഗത്തിൽപ്പെട്ട കള ഇതിൻ്റെ അകത്ത് വിത്ത് കൊണ്ടിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് നെല്ല് നശിക്കാൻ തുടങ്ങി. നെല്ല് വളർന്നില്ല. ഇത് ക്യൂബയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കരിമ്പിനെ നശിപ്പിക്കാൻ. കരിമ്പിനകത്ത് പറ്റുന്ന കള ഇട്ടിട്ട് കരിമ്പ് കൃഷി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീട് വെപ്പൺ നിസ്സാരമാണെന്ന് കരുതണ്ട. ഏറ്റവും ഭീകരമായ ഒരു ആയുധമാണ് കള. നിങ്ങൾ നെല്ലിനകത്ത് കൊണ്ടുവന്ന് ഒരിക്കലും മണി കിട്ടാത്ത കാട്ടുനെല്ലിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടാൽ ആർക്കും മനസ്സിലാവില്ല. വളർന്നു കഴിഞ്ഞ് കൊലച്ചാലാ മനസ്സിലാവുക. ഒരു മണി പോലും ഇതിനകത്തുനിന്ന് കേട്ടില്ല. ഇത് ചെയ്യാം. അങ്ങനത്തെ ചതി കൊണ്ട് അതിനെ വീട് വെപ്പൺ, കള ആയുധം എന്നത്. മറ്റൊന്ന് പെസ്റ്റ് വെപ്പൺ ആണ്, കീടം എന്ന ആയുധം. ഇപ്പൊ തെങ്ങിന് വന്നിരിക്കുന്ന മണ്ടരി മെക്സിക്കോയിൽ നിന്ന് വന്നതാണ്. ഭൂമിയുടെ നേരെ മറുഭാഗത്താണ് മെക്സിക്കോ. മണ്ടരിക്ക് ചിറകില്ല. 7 ദിവസത്തെ ആയുസേ ഉള്ളൂ. ഈ പ്രാണിക്ക് മേറ്റിന് 7 ദിവസത്തെ ആയുസേ ഉള്ളൂ. ഈ മണ്ടരി ഭൂമിയുടെ മറുഭാഗത്തുള്ള മെക്സിക്കോയിൽ നിന്ന് എങ്ങനെ കേരളത്തിലെത്തി? ആരാണ് ഇതിന് പാസ്പോർട്ടും വിസയൊക്കെ കൊടുത്തത്? ഒരു ഉത്തരവില്ല. മണ്ടരി കേരളത്തിലെത്തിയെന്ന് മാത്രം അറിയാം. വന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. കാരണം നെടുമ്പാശ്ശേരിയിലാണ് ആദ്യമായിട്ട് ഇതിനെ കണ്ടത്. പിന്നീടാണ് വൈറ്റ്ലയിൽ കണ്ടത്. വൈറ്റ്ലയിൽ ഏതാണ്ട് 1 കൊല്ലത്തോളം കൃഷി ഓഫീസർമാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തതിലുണ്ടായിരുന്നു. 10 ദിവസത്തെ ട്രെയിനിങ് ഓർഗാനിക് ഫാമിംഗ്. വലിയ ഗുണമൊന്നും കിട്ടിയില്ല. താഴെക്കടയിലുള്ള കൃഷി ഓഫീസർമാർക്കാണ്, മേലെയുള്ളവരൊക്കെ ആണ് ഇത് ഭരിക്കുന്നത്. ഏതായാലും അവർ പക്ഷേ പല കൃഷിക്കാർക്കും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും മണ്ടരി വന്നു. മണ്ടരി നിൽക്കുന്നത് തേങ്ങയുടെ മൊത്തിനുള്ളിലാണ്. അവിടുത്തെ വെളുത്ത സാധനത്തിൻ്റെ ചാറാണത് കഴിക്കുക. അതുകൊണ്ട് തന്നെ കീടനാശിനി തെളിച്ചിട്ട് ഇതിനെ കൊല്ലാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കീടനാശിനി കഴിച്ചാലും ഈ മൊത്തിനുള്ളിലേക്ക് ഇത് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ചാവില്ല. പക്ഷേ കാർഷിക സർവകലാശാല പറഞ്ഞത് ഡൈക്കോഫോൾ തെളിച്ചതാണ്. 18 ലക്ഷം ലിറ്റർ ഡൈക്കോഫോളിനാണ് കേരള ഗവൺമെൻറ് ഓർഡർ ചെയ്തത്. ഇത് മനസ്സിലാക്കി. ഇത് പ്ലാസൻ്റയിലൂടെ അകത്ത് കിടക്കുന്ന വിഷമാണ്. ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞ് വികലാംഗനാവുമെന്നുകൊണ്ട് 1 ലൈഫ് കോടതിയിൽ പോയി. അവിടെ ജഡ്ജി ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരമ്മയായതുകൊണ്ട് ഉടനെ ഇൻ്റർപ്ലാസൻ്റ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അവർ സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചു. അതുകൊണ്ട് കേരള ഗവൺമെൻറ് കർഷകരുടെ സഹായത്തോട്, പഞ്ചായത്തിൻ്റെ സഹായത്തോടെ എല്ലാ തെങ്ങിനും ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചു. യാദർച്ഛയായിട്ട് അതിലെടുക്കുന്ന സംഭവം പാലക്കാട് തെങ്ങിൻ്റെ മേലെ അടിക്കാൻ കയറിയവൻ അതിന് മേലെ തന്നെ ചത്തുപോയി. അതുകൂടി വന്നപ്പോൾ ഞങ്ങൾ മന്ത്രിയുടെ പേരിൽ കേസ് കൊടുക്കുന്നു. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എന്ന മന്ത്രി വരണ്ടുപോയി. ഒരാൾ മരിച്ചല്ലോ. നിർഭാഗ്യം എന്ന് പറയട്ടെ. കൃഷ്ണൻ കണിയാമ്പറമ്പിലിനോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞു, എല്ലാവരുടെ ശാപവും കൂടി വന്നാൽ മതി, ഇത് വരുന്ന ക്യാൻസർ നിങ്ങൾക്കാ വരുവാണ്. നമ്മുടെ നിർഭാഗ്യം അയാൾ ക്യാൻസർ പിടിച്ച് മരിച്ചുണ്ട്. ഇതൊരു പാഠമാവേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം മുല്ലക്കര രത്നാകരൻ ഒരിക്കലും കീടനാശിക്ക് അനുകൂലമല്ല, തീർത്ത് എതിർത്തിട്ടേ പറയുള്ളൂ. പക്ഷേ രക്ഷയില്ല. കാണേണ്ടവരെ, അഗ്രികൾച്ചർ സെക്രട്ടറി അടക്കമുള്ള കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടാൽ താഴെ കോട്ട വരും. എല്ലാ കൃഷിക്കാരനും ലോൺ വേണോ സബ്സിഡി വേണോ ഇത്ര കീടനാശിനി വാങ്ങിക്കോണമെന്ന് പറയും. വാങ്ങി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ഏതായാലും മണ്ടരിക്ക് ഇത് തെളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. തെളിച്ച് കുറച്ച് കൊടുങ്ങൽ വരൽ. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ മണ്ടരി പറഞ്ഞത്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. ഒരു പക്ഷേ വെളിച്ചെണ്ണ ചിലവാകാതിരിക്കാൻ കണ്ടുപിടിച്ച വിദ്യയാവാം എന്നാണ് ഞങ്ങളുടെ നിഗമനം. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ DDE എന്ന വിഷം, DDT അല്ല DDE, എത്തിലിനാണ് വിഷം. ഫാറ്റ് സോളിബിൾ ആണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിലുണ്ടാവും. വെളിച്ചെണ്ണ പരിശോധിക്കും.
എന്നിട്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കാന്ന് പറയുന്ന മാതിരി കൊളസ്ട്രോളാന്ന് പറയുന്ന മാതിരി മെഡിക്കൽ കോളേജിൽ വെളിച്ചെണ്ണയിൽ DDE ഉണ്ട് എന്നെങ്കിൽ ഏതൊരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കും. റിസർച്ച് ആവും, റിപ്പോർട്ടാവും. അയാൾക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റും കൊടുക്കും. അതിന് കോടികൾ റിസർച്ച് ചെലവും കൊടുക്കും. പക്ഷേ കേരളത്തിൽ പിന്നെ ആരും വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. വളരെ എളുപ്പം വെളിച്ചെണ്ണയുടെ ആപ്പീസ് പൂട്ടിക്കാം. പകരം സോയാബീൻ ഓയിലോ സൂര്യകാന്തി എണ്ണയോ പാം ഓയിലോ ഡാൽഡയോ എന്തെങ്കിലും ഉപയോഗിച്ചു ചെലവാക്കാൻ കണ്ടുപിടിച്ച വിദ്യയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി അവരും കീടനാശിനിക്കാരും കൂടി ഒത്തതാണോ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. അതായത് ഇങ്ങനെ നടന്നു എന്ന കാര്യം മാത്രം മനസ്സിലാക്കുക. മെക്സിക്കൻ മണ്ടരി, പനയിലെ മണ്ടരി കേരളത്തിലെത്തിയിരിക്കുന്നു. ഇത് പെസ്റ്റ് വെപ്പണിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഇനി എത്ര വേണമെങ്കിൽ പറയാം. ഇത് വിയറ്റ്നാമില് നെല്ല് നശിപ്പിക്കാൻ, നെല്ല് കൊലയ്ക്കുമ്പോണ്ടാവുന്ന തണ്ടിന്റെ ചാറ് കുടിക്കുന്ന ഒരു തരം തുള്ളനെ ആയിരക്കണക്കിന് കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്ററിൽ ഇട്ടിരുന്നു. ഭീകരനൊക്കണം. വിയറ്റ്നാംകാർ പട്ടിണിയായി, ചൈനക്കാർ കൊടുത്തുകൊണ്ട് പട്ടിണിയായി മരണം ഉണ്ടായില്ല. പക്ഷെ അവർ പിറ്റത്തെ കൊല്ലം മുതൽ ചോളവും നെല്ലും ഒന്നിച്ച് കിട്ടിയാൻ തുടങ്ങി. നെല്ലിനെ ആക്രമിക്കുന്ന വണ്ടിന് ചോളത്തെ ആക്രമിക്കാൻ പറ്റില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് പക്ഷികളെ വളർത്തി വിട്ടു. നമ്മുടെ കാടൻ ചാത്തനെ പോലത്തെ ലക്ഷക്കണക്കിന് പക്ഷികളെ വളർത്തി വിട്ടു. ആ പക്ഷികൾ ഇത് മുഴുവൻ തിന്നു തീർത്തു. നമ്മളാണെങ്കിൽ പട്ടാളപ്പുഴു കൊണ്ട് പിറ്റേന്ന് പോലെ കീടനാശിനി അടിക്കാൻ തോന്നും. നമ്മുടെ വിദ്യയൊക്കെ അങ്ങനെയാണ്, കൃഷിവകുപ്പ് അങ്ങനെയാ പറയാം. അവർ പക്ഷികളെ വളർത്തി വിട്ടു, അങ്ങനെ അതിനെ നേരിട്ടു. വിയറ്റ്നാമിന്റെ അനുഭവം അതാണ്. ഇതേപോലത്തെ അനുഭവം ക്യൂബക്കുണ്ട്. ഇത്തരം സ്റ്റംബോറർ വണ്ടുകളെ കൊണ്ടിട്ടു. തണ്ടുവരപ്പൻ വണ്ട് കരിമ്പ് മുഴുവൻ ഓട്ടയെ കളഞ്ഞു. കരിമ്പ് ഓട്ടയെ കളഞ്ഞപ്പോൾ കരിമ്പും നെല്ലും ഒന്നിച്ച് കൃഷി ചെയ്തവർ. കരിമ്പിന് ചാറ് കുടിക്കുന്ന തണ്ടുവരപ്പന് നെല്ല് പറ്റില്ല, നെല്ലിന് പിറക്കുന്നതിന് കരിമ്പും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ കാർഷിക സർവകലാശാലക്കാർക്ക് അറിഞ്ഞുകൂടാത്തത്, അഥവാ അറിഞ്ഞിട്ടും അവർ മൂടി വെക്കുന്നത്. ഇത്തരം വിവരങ്ങളൊന്നും നമ്മുടെയൊക്കെ എത്തുന്നില്ല. നമ്മളിതൊക്കെ അറിയേണ്ടതാണ്. അങ്ങനെയൊക്കെ വഴികളുണ്ട് എന്നറിയാം. പഴയ കാലത്ത് നെല്ല് നട്ട് ഒരു വയൽ തീർന്നാൽ, കുറച്ച് വലിയ വയലായിരിക്കും, വയൽ തീർന്നാൽ അവസാനത്തെ പിടി നെല്ല് മൂലക്ക് ഒന്നിച്ച് നടും. അവസാനത്തെ ഒരു അരപ്പിടിയോ കാൽപ്പിടിയോ ഉണ്ടെങ്കിൽ ആ മൂലക്ക് ഒന്നിച്ച് നടും. ആ നട്ടാ സ്ഥലത്ത് അവർ ഓരോല കൊത്തിയിട്ട് അതിൻ്റെ അറ്റം തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് കൊത്തനാട് വെക്കും. പിന്നെ നട്ട് പൊലിക്കുക എന്നാണ് പറയുക. ആ ഓലയുടെ മേലെയാണ് കാരാടൻ ചാത്തനോ കമ്പിത്തത്തയോ പോലുള്ള എല്ലാ പക്ഷികളും വന്നിരിക്കുക. അതിൻ്റെ അകത്ത് ഈ ഒന്നിച്ച് നട്ട അവസാനം നട്ട ഒരു അരപ്പിടി നെല്ലിടുന്ന പറഞ്ഞില്ലേ, ആ നെല്ല് ഒന്നിച്ച് മത്സരിച്ച് വളരും. സാധാരണ നെല്ലിനേക്കാൾ ഒരുപാട് ഉയരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഏറ്റവും കൂടുതൽ പ്രാണി ശല്യം ഉണ്ടാവുക. വയലിലെ പ്രാണി മുഴുവൻ എവിടെ പോകും? ഈ ഒരു കൂട്ടത്തിലേക്ക്. അവിടെയാണല്ലോ എല്ലാം തിങ്ങി വളരുന്നത്, അവിടത്തേക്കാണ് പോവുക. അപ്പോൾ ഇഷ്ടം പോലെ പക്ഷികൾക്ക് ഇത് തിന്നാൻ കിട്ടും. അതിന് നെല്ലൊന്നും കിട്ടില്ല, കൊച്ചഴിയെ പോകും. പക്ഷേ നെല്ലിനെ ആക്രമിക്കുന്ന പ്രാണി അവിടെയാണ് വരിക. അതങ്ങ് ഉപേക്ഷിക്കും. അത് ഉപേക്ഷിക്കാനുള്ളതാണ്. പക്ഷെ അത് ഉപേക്ഷിച്ചാൽ വയലിലെ നെല്ല് മുഴുവൻ രക്ഷിക്കാനുള്ള തന്ത്രം പഴയ കർഷകക്കാരനവർക്കുണ്ടായിരുന്നു. ഇതാണ് ആർക്ക് മനസ്സിലാവാത്തത്? നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാർക്ക് അത് മനസ്സിലാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ബുദ്ധിയൊക്കെ ആരോ വിലക്കെടുത്തതാണ്. അതുകൊണ്ട് ഇതൊന്ന് തിരിച്ചറിയണം. ഇനി നട്ട് പൊലിക്കുക എന്ന് പറയും. അതല്ലെങ്കിൽ കൊലക്കാൻ സാധ്യമില്ലാത്തൊരു വാഴ കൊണ്ട് നമ്മുടെ മൂലക്കാട് നടും. കൊലക്കൊന്നുമില്ല. അതൊരു 2-3 മാസത്തേക്ക് 2 ഇലയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത് കണ്ട് എത്രയോ ആൾക്കാർ രാത്രി ബോധം കിട്ടുകൊണ്ടിട്ടൊക്കെ ഉണ്ട്. ആരോ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിട്ട് പ്രേതാണ്, കൂളിയാണ്, കാളിയാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പണ്ടത്തെ ചൂട്ട വിളക്കാണ്. ചൂട്ട വെളിച്ചത്തിലേ പോകുന്നത്. ചൂട്ട വെളിച്ചത്തിൽ ഇവനെ എല്ലാവർക്കും കാണാമെന്നല്ലാണ്ട് ഇവനൊന്നിനെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വാഴയാണെന്ന് തിരിച്ചറിയില്ല. ഇപ്പൊ ടോർച്ചായത് നമുക്ക് തിരിച്ചറിയാം. അന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ മേലെ ഇരുന്ന് പക്ഷികൾ എല്ലാ പ്രാണിയെയും പിടിച്ചിരുന്നു. വവ്വാലിന്റെ കുഞ്ഞുങ്ങൾ പോലും അതിൻ്റെ മേലെ വന്നിരിക്കും. പ്രാണികളെ പിടിക്കുന്ന വവ്വാൽ. ഇതൊക്കെ കാർഷിക ടെക്നോളജിയാണ്. നമുക്ക് പണ്ടുണ്ടായിരുന്ന ടെക്നോളജി. ഇതിന് പകരം കീടനാശിനിയാണ് ഇപ്പോൾ നാട്ടിൽ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. പെസ്റ്റ് വെപ്പൺ അങ്ങനെയാണ്. തുമ്പിയുടെ കുഞ്ഞുങ്ങളിൽ അറവയത്തൊന്നും തുമ്പി വളർന്നു വരണം. വളപ്പിൽ വെള്ളം വയ്ക്കുക. തുമ്പി അതിന് മുട്ടയിടാൻ മാത്രം വെള്ളം വേണം. കുറച്ച് വലിപ്പം വേണം. ചെറിയ പാത്രം ചിരട്ടയിൽ കൊതുക് മുട്ടയിടും. കുറച്ച് വലുതാണെങ്കിൽ തുമ്പി മുട്ടയിടും. തുമ്പിയുടെ കുഞ്ഞുങ്ങളിൽ അറവയത്തൊന്നും തുമ്പി ആകാശത്തിൽ വെച്ച് കൊതുകിനെ പിടിച്ചു നിന്നാൽ പഠിച്ചുകൊണ്ട് ലൈസൻസ് കിട്ടി തുമ്പിക്കാണ്. തവളയുടെ വാൽമാക്രി കൊതുകിൻ്റെ ലാർവകളെ തിന്നും. തവളകൾ കൊതുകിനെ പിടിക്കും. ഒരു വലിയ തവളയ്ക്ക് എത്ര കൊതുക് വേണം വയറ് നിറയാൻ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഇത്രയും കൊതുകില്ലായിരുന്നു. നമ്മൾ തവളയെ മുഴുവൻ കുടിച്ച് കാൽ കയറ്റുമതി ചെയ്തു. ബാക്കി കുറേ കള്ളുകൂടിയന്മാർ തിന്നു തീർത്തു. തവളയില്ല, തുമ്പിയില്ല. ചിക്കുൻ കുഞ്ഞിയുടെ പേര് വന്ന് മലാത്തിയോൺ അടിച്ച് തുമ്പിയെ കൊന്നു. ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് തുമ്പിയുടെ ലാർവയെ കൊന്നു. എന്നിട്ട് കൊതുകായിട്ട് രക്ഷയില്ല.
ചേർത്തലക്കാരൻ്റെ കത്ത് വന്നത്, മാഷേ